ഗായ്സ് അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗ് എടുക്കാനാണ് കരുതിയിരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വിശേഷമുള്ള ദിവസമാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടല്ല, എൻ്റെ വീട്ടിലാണ്. ഇപ്പോൾ അജ്മയുടെ കല്യാണം കഴിഞ്ഞല്ലോ, അപ്പോൾ അത് പ്രമാണിച്ച് എൻ്റെ വീട്ടിൽ അവർക്ക് വിരുന്ന് കൊടുക്കാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കൂടുകയാണ്. അപ്പോൾ ഒരു ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്നാണ് കരുതിയിരിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും വരും. അവർ രാത്രിയാണ് ഇന്ന് പരിപാടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞായറാഴ്ചയായിരുന്നു പരിപാടി വെക്കാൻ നിന്നത്. അപ്പോൾ ഒന്ന് ഞായറാഴ്ചക്ക് ചെറിയൊരു വേറെ പരിപാടി ഉള്ളതുകൊണ്ട് ഞായറാഴ്ചത്തെ പരിപാടി ശനിയാഴ്ചത്തേക്ക് മാറ്റി വെച്ചു. അപ്പോൾ ഇന്ന് രാത്രിയാണ് പരിപാടി, ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് രാത്രിയാണ് പരിപാടി വരുന്നത്. അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഒരു 10-11 മണി ആയിട്ടുണ്ട്. അപ്പോൾ പോകാനാണ് കരുതിയിരിക്കണം. ഇപ്പോൾ എല്ലാവരും വരും. പിന്നെ അവർ രണ്ടാളും രാത്രിക്കൊക്കെ ഉള്ളു വരിക. അപ്പോൾ ഒന്ന് ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ബാഗിലൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പോയിട്ട് ഞങ്ങൾ രണ്ടാളും നാളെ വരാമെന്നാണ് കരുതിയിരിക്കുന്നത്. എന്തായാലും ഞായറാഴ്ച ലീവാണല്ലോ. അപ്പോൾ ഞങ്ങൾ ശരിക്കും ഇന്ന് പോണതൊന്നും ഉറപ്പായിട്ടുണ്ടായിരുന്നില്ല. കാരണം അജുനൊക്കെ നല്ല പനിയായിരുന്നു. പിന്നെയാണ് രാത്രിക്കൊന്നും വലിയ കുഴപ്പമില്ലാന്ന് കണ്ടപ്പോഴാണ് പോവാമെന്ന് കരുതിയത്. പിന്നെ എപ്പോഴെങ്കിലും ഉള്ളൂ എല്ലാവരും കൂടെ കരുതിയിട്ടാണ് പോവാമെന്ന് കരുതിയത്. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഒക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ജനലടക്കാം, ജനലൊന്നും തുറന്നിടുക ചെയ്യാം. അപ്പം കർട്ടൻ താത്തിയിട്ട് പോകാം. ജനൽ നാളെ വരുമല്ലോ. ജനൽ അടക്കണമൊന്നുമില്ല, ഞാനാക്കിയിട്ടുണ്ട്. ഇവിടെ തുറന്ന് വെച്ചിട്ടുണ്ട്. മുട്ടവാവ് തിന്നുക. കട്ട് ചെയ്തത് മതി. അപ്പം അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിപ്പോയി. അപ്പോൾ പോണ വഴി ഞങ്ങൾക്കൊരു ബെഡ് വാങ്ങണമെന്നുണ്ട് റൂമിലേക്ക്. അപ്പോൾ ആ ബെഡിൻ്റെ കാര്യങ്ങൾ ചോദിക്കാനും എങ്ങനെയൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊന്ന് കയറി. അപ്പോൾ നമ്മളിവിടെ കോടതിപ്പടിയുള്ള കടയിൽ തന്നെയാണ് കയറിയത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ചോദിച്ചിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഇതെന്തിനുള്ളതമ്മ? ഇനിയോ അപ്പം അങ്ങനെ ഒരു സൈഡ് വിരുന്നിനുള്ള പണികൾ നടക്കുക, ഒരു സൈഡ് ഇങ്ങനെ TV ഇരുന്ന് കാണുക. അപ്പം അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇരുന്ന് കഴിച്ചു. പിന്നെ കുറച്ച് മാവ് പരത്താനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പത്തിരി ഉണ്ടാക്കാൻ. അപ്പം ഞാൻ മാവ് പരത്തി കൊടുക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ കുട്ടിയും കുഞ്ഞുമ്മയും യാപ്പി എല്ലാവരും വന്നു. അമ്മായി രാവിലെ വന്നിരുന്നു. അപ്പോൾ ഇവർ ഉച്ചക്കാണ് വന്നത്. അങ്ങനെ കുട്ടിയും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ അവൻ്റെ ഒപ്പമുള്ള കളി തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും റൂമിലിരുന്നിട്ട് അങ്ങനെ വർത്താനം പറയുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു റൂമിൽ. അവിടെ ഇവിടെ കളിക്കും, ഫാൻ റോട്ടിലിരിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. എല്ലാവരും ക്യാരം ബോർഡ് കളിക്കുകയാണ്. സോറി ഗായ്സ്, അപ്പം എനിക്ക് കുറേ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റിയില്ല. ആ തിരക്കൊക്കെ കൂടെ ഒക്കെ പാടെ എടുക്കാൻ കഴിഞ്ഞില്ല, മറന്നുപോയി. അപ്പോൾ ഇതോടുകൂടി ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.